പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാബ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൽ സ്ഥിരമായി ചോദിക്കുന്ന 1 മാർക്കിന്റെയോ 2 മാർക്കിന്റെയോ ആയ എന്നാൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. 8, 9, 10 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഓണപരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പറ്റിയിട്ട് ഒരു ചെറിയ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ മിക്ക കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഓക്കെ, ധാരാളം ക്വസ്റ്റ്യനുകളുണ്ട്. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, WH ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ ഇവിടെ എഴുതുകയാണ് ഹീസ് എ ഗുഡ് ബോയ്. ഓക്കെ, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് സെന്റൻസുകളിലെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാമായിരിക്കാം, അല്ലെ? അപ്പോ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് ഒരു വ്യക്തിയെ അറിയാം, നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളെ ഞാൻ പറയാണ് ഹീസ് എ ഗുഡ് ബോയ് അല്ലെങ്കിൽ ഷീസ് എ ഗുഡ് ബോയ്. അത് എനിക്കറിയാം. എങ്കിൽ പോലും ഒന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡുകളാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്ന് ഉറപ്പുവരുത്താൻ. ഇപ്പോ നമ്മൾ സാധാരണ വീട് ലോക്ക് ചെയ്തിട്ട് ഒരു തവണയും കൂടെ നമ്മളിങ്ങനെ നോക്കൂലേ, എന്താണ് ലോക്കായോ ഇല്ലേ എന്ന്, അല്ലെ? അപ്പൊ ഡോർ ഒന്ന് നമ്മുടെ കാറിന്റെ ഡോർ ഒന്ന് ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു തവണയും കൂടെ നമ്മൾ ലിവർ ഒന്ന് വലിച്ചു നോക്കും, ലോക്കായോ ഇല്ലേ. അങ്ങനെ ഉറപ്പുവരുത്തും. നമുക്ക് കാര്യം അറിയാം, പക്ഷെ എങ്കിലും നമ്മളൊന്ന് ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗുകൾ ഐഡന്റിഫൈ ചെയ്യാം? ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം മനസ്സിൽ വെച്ചേണ്ടത് ബാറ്ററി മനസ്സിൽ വെക്കുക. എന്താണ് ബാറ്ററി? ബാറ്ററിയുടെ ഒരറ്റം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ അറ്റം എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ആദ്യം ബാറ്ററി മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ്, നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഹി ഈസ് എ ഗുഡ് ബോയ്. ഈ ഹി ഈസ് എ ഗുഡ് ബോയിൽ ഞാൻ ആദ്യം നോക്കുന്നത്, ഇതിന്റെ നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. ഓക്സിലറി വെർബ് എന്താണ്? ഓക്സിലറി വെർബ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട് 24 ഓക്സിലറി വെർബുകൾ. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ടു, നീഡ് ടു, ഡെയർ ടു. ഓക്കെ, അപ്പോ ഇതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പണ്ട്. അപ്പോ ഇതിനകത്ത് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ആ ഓക്സിലറി വെർബിനെ നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പൊ ഇതിനകത്ത് ആരാ ഓക്സിലറി വെർബ്? ഈസ്. ഓക്കെ, ഓക്സിലറി വെർബ് എന്താണ്? ഈസ്. ഓക്കെ, ഇനി നമ്മൾ നേരെ നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണ്, അല്ലേ? എന്തുകൊണ്ട് പോസിറ്റീവ്? അപ്പൊ എല്ലാരും പറയും ഉടനെ ഗുഡ് ബോയ് ഉള്ളത് കൊണ്ട് പോസിറ്റീവ്. അപ്പോ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ബാഡ് ബോയ് എന്നാണോ? അല്ല, അത് ഓപ്പോസിറ്റ് സെന്റൻസുകളാണ്. നമുക്കിവിടെ എന്തുകൊണ്ട് പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് സെന്റൻസുകളായ നോ, നെവർ, നെയ്തർ, സെൽഡം, സ്കേഴ്സ്ലി, ബെയർലി, ഹാർലി, ഓഫൺ, ലിറ്റിൽ, ഫ്യൂ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വേർഡ് ഇല്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് സെന്റൻസിനകത്തുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നെഗറ്റീവ്. അല്ലാത്ത പക്ഷം നമ്മൾ വിളിക്കുന്നത് പോസിറ്റീവ്. അപ്പോ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പൊ നമ്മൾ നേരെ ബാറ്ററിയിലോട്ട് പോവുക. ഒരറ്റം പോസിറ്റീവ് എങ്കിൽ മറ്റേ അറ്റം നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി. ആദ്യം നമ്മളുടെ കണ്ടുപിടിച്ച ഒരേ ഒരു കാര്യം ഓക്സിലറി വെർബിനെ കണ്ടെത്തി. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. സെന്റൻസിൽ വേറെ നെഗറ്റീവ് വേർഡുകളൊന്നുമില്ല, നോ ഇല്ല, നോട്ട് ഇല്ല, ഒന്നുമില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ ഇതിന്റെ ഇപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റീവ് വാക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓക്സിലറി എന്ത് ചെയ്തു? എഴുതി. ബാറ്ററി എപ്പോഴും ഓർമ്മ വെച്ചോണം. പോസിറ്റീവ് ഒരിടത്ത് വന്നാൽ നെഗറ്റീവ് ആണെന്നുള്ളത് ഓർമ്മിച്ചോണം. എന്നിട്ട് നമ്മൾ നോക്കുക, ഈസ്. ഈസിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഈസ് പ്ലസ് നോട്ട്. ഈസ് പ്ലസ് നോട്ട് ഈസിന്റെ. ഈസ് പ്ലസ് നോട്ട് ഈസിന്റെ. ഈസിന്റെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുക, പ്രോനൗൺ ഉണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് സബ്ജക്റ്റ് ആണ് വന്നതെങ്കിൽ അത് എന്താണ്? സ്ത്രീലിംഗമാണെങ്കിൽ അങ്ങനെ, പുല്ലിംഗമാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ എന്താണ്? ന്യൂട്രൽ ആണെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക? പ്രോനൗണുകൾ സബ്ജക്റ്റിനനുസരിച്ച് എഴുതുക. ആൾറെഡി ഇവിടെ ഒരു പ്രോനൗൺ തന്നിട്ടുണ്ട്, ഹി. ഈസിന്റെ ഹി. ഈസിന്റെ ഹി. എളുപ്പമാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഇവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി എടുക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക. സെന്റൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി ഉണ്ട്. ഓക്സിലറി കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ ഓക്സിലറിയെ അൾട്ടർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രോനൗൺ കറക്റ്റ് ആയി കൊടുക്കുക. ഇപ്പോ മറ്റൊരു ചോദ്യം നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോയാലോ, നോക്കാം. നമുക്കൊരു 4 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ 4 ക്വസ്റ്റ്യനിലൊന്ന് നോക്കി കളയാം. ഒന്ന്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ആരെ നോക്കും, ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കും. ആരാണ് ഓക്സിലറി വെർബ്? ഈസ്. ഓക്കെ, ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതെ, പോസിറ്റീവ്. അപ്പോ നമുക്ക് അവിടെ നെഗറ്റീവ് ആക്കിയാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഓക്സിലറിയെ കണ്ടുപിടിച്ചു. നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചേർക്കുന്നു. അപ്പോ എന്താണ് വരുന്നത്, ഈസിന്റ് എന്ന് വരും. ഇനി നോക്ക്, ഷീ ആണ്, ഈസിന്റ് ഷീ. നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈസിന്റെ ഷീ അല്ലേ? കറക്റ്റ് ആണ്, ഈസിന്റെ ഷീ. അടുത്ത്, എലിഫന്റ് ഈസ് ബിഗ്. അപ്പൊ നോക്കാം, ഇതിനകത്ത് ആരുണ്ട്? നേരത്തെ പോലെ ഓക്സിലറി വെർബ് ഇത്തവണയും ഈസ് ആണ് കേട്ടോ. ഇത്തവണയും ഈസ് തന്നെയാണ് പുള്ളി. അപ്പോ നമുക്ക് നോക്കാം, ഈസ് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. കറക്റ്റ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഈസ് പ്ലസ് നോട്ട് വീണ്ടും ഈസിന്റെ ആണ്. ഇനി നമുക്ക് ആന ആണാണോ പെണ്ണാണോ നമുക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോ ഇങ്ങനെ അനിമൽസ്, മറ്റു ഒബ്ജക്റ്റുകൾ നമുക്ക് ഒരിക്കലും നമുക്ക് അതിന്റെ ഈ പറയുന്നത് പോലെ അത് ഏത് ജെൻഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ന്യൂട്രൽ ജെൻഡറിൽ ഇടുന്നു. അതിപ്പോ എന്താണെങ്കിലും നമുക്ക് അതിന്റെ ജെൻഡർ കണ്ടുപിടിക്കാൻ കഴിയും, നമ്മൾ ന്യൂട്രൽ ജെൻഡറിൽ കൊടുക്കും. അങ്ങനെയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഇറ്റ്. അപ്പോ ഈസിന്റെ ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത്, ഹി വാസ് എ ഡോക്ടർ. ആരാടാ ഓക്സിലറി? വാസ്. ഓക്കെ, വാസ് കറക്റ്റ് ആണ്, വാസ് ആണ്. അപ്പോ അതുപോലെ തന്നെ എന്താണ്, വാസ് നമ്മൾ സെന്റൻസ് നോക്കി പോസിറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ് എഴുതണം. വാസ് പ്ലസ് നോട്ട് വാസിന്റെ ഹി. കിട്ടിയില്ലേ? ഓക്കെ, ഇനി അടുത്ത, they were friends. ഓക്സിലറി ഏതാ? were. ഇനി സെന്റൻസ് നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ് ആക്കണം. വെയർ പ്ലസ് നോട്ട് വെയറിന്റെ. ഇനി സെന്റൻസ് നോക്കുക, ആൾറെഡി ഒരു പ്രോനൗൺ തന്നിട്ടുണ്ട്, വെയറിന്റെ ദേ. ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. നമ്മള് ഈ പറയുന്നത് പോലെ സെന്റൻസ് ആദ്യം നമ്മൾ നോക്കുക, ഓക്സിലറി വെർബിനെ ഐഡന്റിഫൈ ചെയ്യുക, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോനൗണും കൂടെ കൊടുക്കുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യും, ഓക്കെ ആകും. ഇനി നോക്കിയോ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ ടാഗുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. അരുൺ ഈസ് നോട്ട് വെൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ സബ്ജക്ട് അരുണാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പഴയ ഫോർമുലയിൽ നോക്കാം. ഇവിടെ ആരെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. ആരാണ്? ഈസ്. ഓക്കെ, ഗുഡ്, ഈസ് ആണ്. ഇനി അടുത്ത സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതെ, നെഗറ്റീവ് ആണ്. കാരണം എന്താ, ഇവിടെ ഒരു നോട്ട് ചേർത്തിട്ടുണ്ട്, നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പഴയ ബാറ്ററിയുടെ ഫോർമുല, നെഗറ്റീവ് എന്ന അങ്ങനത്തെ താരായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെ പോസിറ്റീവ് എഴുതാം? ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ഓക്സിലറി വെർബ് അതുപോലെ എഴുതുക, ഈസ്. ഇനി അരുൺ ആണാണോ പെണ്ണാണോ? അരുൺ ആണാണ്. ഈസ് പ്രോനൗൺ ഹി. ഈസ് ഹി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് ഹി വാസ് നോട്ട് ഹിയർ. അതും ഇതുപോലെ തന്നെയാണ്. സെന്റൻസിൽ നോക്കുക, ഓക്സിലറി വെർബ് ഉണ്ട്, വാസ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആണ്. കാരണം എന്താ, നോട്ട് വന്നു. അപ്പൊ പോസിറ്റീവ് ആക്കി എഴുതണം. അതേപോലെ വാസ് അതുപോലെ എഴുതി കൊടുത്താൽ മതി. ആൾറെഡി ഒരു പ്രോനൗൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാസ് ഹി.
അല്ലേ? ഐ വിൽ നെവർ ഡു ദാറ്റ്, ഞാനത് ചെയ്യില്ല. അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ നേരെ നോക്കിയാൽ ആരാണ് ഓക്സിലറി? വിൽ ഉണ്ട്, കറക്റ്റ് ആണ്. അപ്പോ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ നെവർ ഇല്ലേ? അപ്പോ എന്താണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആക്കണം. വേറെ ഒന്നും ചെയ്യണ്ട, വിൽ അതുപോലെ എഴുതുക, വിൽ ഐ. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യോ എന്നുള്ള ഒരു എന്താണ് ഈ പറയുന്ന ഒരു ചോദ്യമാണ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോ നെഗറ്റീവ് വന്നാൽ, സെന്റൻസ് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആക്കി എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ഓക്സിലറി അതുപോലെ എഴുതുക. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അല്പം ഒന്ന് ലോജിക്കില് നമ്മൾ ആൻസർ കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരംശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ ബാക്കിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ സംശയിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വാബിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാണുന്നത് വരെ സൈനിങ് ഓഫ്.